മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഡീറ്റെയിൽഡ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കണ്ണനാവട്ടെ നടന്ന ദുരന്ത കഥയെക്കുറിച്ച് മഹിയോടും ലേഖയോടും അനന്തുവിനോടൊക്കെ തന്നെ പറയുന്നു. അവരിത് കേട്ട് ആകെ തകർന്നു പോകുന്നുണ്ട്. മഹിക്കാണെങ്കിൽ ഒട്ടും സഹിക്കാനും കഴിയുന്നില്ല. പിന്നീട് മഞ്ജുവിനെയും കണ്ണൻ ഈ കാര്യങ്ങളൊക്കെ തന്നെ അറിയിക്കുകയാണ്. തുടർന്ന് കരുണയാവട്ടെ തിരിച്ച് വീട്ടിലേക്ക് എത്തുകയാണ്. ഈ സമയം മോഹിനിയും മുത്തശ്ശിയും അവിടെയുണ്ട്. മോഹിനിയാണെങ്കിൽ കരുണയോട് ചോദിക്കുന്നുണ്ട്, എന്താടി പ്രിയപ്പെട്ട അച്ഛനെ കണ്ടോ? നീ കാര്യങ്ങളൊക്കെ പറഞ്ഞോ? കണ്ണനെ കൊല്ലാൻ നോക്കിയിട്ട് പരാജയപ്പെട്ടു എന്ന് ആൾക്ക് ഭയങ്കര സങ്കടമായി കാണുമല്ലോ. അങ്ങനെ കരുണയാണെങ്കിൽ അതിനൊന്നും മറുപടി കൊടുക്കുന്നില്ല. മോളെ, നീ അച്ഛനെ കണ്ടോ? എന്താ പറഞ്ഞത്? അവന് വലിയ വിഷമായി കാണും. മോള് ഈ പാടൊക്കെ കാണിച്ചു കൊടുത്തോ തല്ലിയത്? പിന്നെ അച്ഛനെന്താ കണ്ണുകൊട്ടനെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട്? എല്ലാം കണ്ടു, കാണട്ടെ. എല്ലാം ചേർന്ന് എൻ്റെ ജീവിതം ഇങ്ങനെ ആക്കിയതല്ലേ. ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഹീറോ അച്ഛനായിരുന്നുവെന്ന്. ഇപ്പോൾ അച്ഛൻ വെറും സീറോയാണെന്നും ആ മുഖത്ത് നോക്കി തന്നെ ഞാൻ പറഞ്ഞു. മോളെ, നീ എന്തിനാ അവനെ വിഷമിപ്പിക്കാൻ പോയത്? ഓ, ഞാൻ വിഷമിച്ചാൽ കുഴപ്പമില്ല അല്ലേ? ബാക്കിയുള്ളവർ വിഷമിപ്പിച്ചാൽ എല്ലാം പ്രശ്നമാണ്. എനിക്ക് മടുത്തു ഈ ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് കരുണയാണെങ്കിൽ അകത്തേക്ക് പോവുകയാണ്. ഈ സമയം മുത്തശ്ശിയും അവൾക്ക് പുറകിൽ പോകുന്നുണ്ട്. ഇതേ മോളെ, മുത്തശ്ശി സമാധാനത്തോടെ കുറച്ച് കാര്യങ്ങൾ ഉപദേശിച്ചു തരാം, മോളത് കേൾക്കണം. മുത്തശ്ശി, എനിക്കൊന്നും കേൾക്കണ്ട. ഇനി ആ വീട്ടിലേക്ക് തിരിച്ചു പോകാനാണെങ്കിൽ ഞാൻ പോകില്ല. ഈ കുഞ്ഞിനെ കളഞ്ഞ് ഞാൻ ഇവിടെ തന്നെ ഇങ്ങോട്ട് കൂടും. അല്ലെങ്കിൽ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോകാം. നമുക്ക് രണ്ടുപേർക്കും ഇനി അവിടെ കഴിയാം. ആ വീട് കേസുമായി ബന്ധപ്പെട്ട് പോകുന്നത് വരെ സമാധാനത്തോടെ അവിടെ ഇരിക്കാമല്ലോ പറയുമ്പോൾ, അയ്യോ മോളെ, നീ അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. നീ വാ, നീ എന്തായാലും കമലേശ്വരത്തിലേക്ക് റെഡി ആയിട്ട് പോകണം. ഇതേ നോക്ക്, നിൻ്റെ അമ്മായിയമ്മ ദുർഗ മാറി. അത് അവിടെയുള്ളവർ ഏകദേശം വിശ്വസിച്ചില്ലേ? എന്തൊക്കെ പറഞ്ഞാലും അവളുടെ മാറ്റം സത്യമാണ്. പക്ഷേ നീ സത്യമായിട്ട് മാറണ്ട. താൽക്കാലികമായിട്ട് അവരെ എല്ലാവരും വിശ്വസിക്കുന്ന തരത്തിൽ മാറിയാൽ മതി. പിന്നെ എടുത്തു ചാടി ഒന്നും ചെയ്യേണ്ട മോളെ. അറിയാലോ, ചെയ്യുന്നതൊക്കെ തന്നെ നമുക്ക് വിനയായിട്ടാണ് വരുന്നത്. മുത്തശ്ശി, ഞാൻ വേണമെങ്കിൽ മാറിയതായിട്ട് അഭിനയിക്കാം. പക്ഷേ ആ മഹാലക്ഷ്മിയും കുഞ്ഞും കണ്ണനും തിരിച്ച് നൂലുകെട്ട് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നാൽ ആ കാഴ്ചകളൊന്നും കണ്ട് എനിക്ക് സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ ഉറപ്പായിട്ടും എനിക്ക് തക്കം കിട്ടുകയാണെങ്കിൽ ഞാൻ അവരെ വകവരുത്തിയിരിക്കുമെന്നൊക്കെ പറയുമ്പോൾ, ശരി മോളെ, പക്ഷെ അത് പതുക്കെ മതി. മുത്തശ്ശിയോടും അച്ഛനോടൊക്കെ ആലോചിച്ചിട്ട് മതി. മോളൊരിക്കലും എടുത്തു ചാടി ചെയ്യാതിരുന്നാൽ മതി എന്നൊക്കെ പറയുമ്പോൾ കരുണയാണെങ്കിൽ സമ്മതിക്കുകയാണ്. പിന്നെ കുഞ്ഞിനെ കളയേണ്ട കാര്യമൊന്നും എൻ്റെ മോൾ ചിന്തിക്കുകയായിരുന്നു. ദേ നോക്ക്, ഇപ്പോഴത്തെ ആകെയുള്ളൊരു പിടിവള്ളി മോളുടെ വയറ്റിരിക്കുന്ന ഈ കുഞ്ഞാണ്. അതുകൊണ്ട് മോള് വാ. മുത്തശ്ശിയുടെ മോള് വേഗം തന്നെ റെഡിയായിട്ട് കമലേശ്വരത്തേക്ക് പോകാൻ നോക്കുന്നൊക്കെ പറയുകയാണ്. അങ്ങനെ കരുണയാണെങ്കിൽ രണ്ടും ഘട്ടം മനസ്സോട് കൂടിയിട്ട് അങ്ങോട്ട് പോകാൻ തീരുമാനിക്കുന്നു. തുടർന്ന് മഞ്ജു ആവട്ടെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് വളരെ ദേഷ്യത്തോട് കൂടിയിട്ട് അവളുടെ വീട്ടിലേക്ക് വരികയാണ്. നേരെ ചെല്ലുന്നത് ഉണ്ണിയുടെ റൂമിലേക്കാണ്. എന്നിട്ട് മറുവാക്ക് പറയാതെ ഉണ്ണിയുടെ കഴുത്ത് കയറി പിടിക്കുന്നുണ്ട്. എടാ, നിനക്കെൻ്റെ ഏട്ടനെ കൊല്ലണമല്ലേ? നിനക്ക് എന്തിൻ്റെ കേടാടാ? സ്വത്തുമോഹി, നീ ഒരിക്കലും നന്നാവില്ല. നിനക്കൊന്നുമില്ലെങ്കിലും മാസം മാസം ഏട്ടൻ ശമ്പളം തരുന്നില്ലേ? ആ ശമ്പളം അല്ലടാ നീ ഏട്ടനെ കൊല്ലാനായിട്ട് ഉപയോഗിച്ചത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഉണ്ണിയെ ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. ഈ സമയം ഉണ്ണിയാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. ഇനിയും ചെയ്യുമെന്ന് തന്നെ അവൻ തീർത്ത് പറയുകയാണ്. പിന്നീട് താഴത്തേക്ക് ഇറങ്ങി വരുന്ന കരുണ കാണുന്നത് ദുർഗയെയാണ്. നിങ്ങൾക്കും എങ്ങനെ മനസ്സ് വന്നു സ്വന്തം ഭർത്താവിനെ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നവർ കൊന്നു കളഞ്ഞിട്ടും നിങ്ങളുടെ മനസ്സ് മാറിയില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ, മോളെ, നീ എന്തീ പറയുന്നത്? നിങ്ങളും കൂടി ചേർന്നിട്ടല്ലേ കണ്ണേട്ടനെ കൊല്ലാൻ നോക്കിയത്? അഭിനയിക്കൊന്നും വേണ്ട, എനിക്കറിയാം. നിങ്ങൾ എത്രയൊക്കെ കരഞ്ഞാലും എൻ്റെ അമ്മയാണ് നിങ്ങൾ. പക്ഷെ നിങ്ങളെ ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല എന്നൊക്കെ മഞ്ജു പറയുമ്പോൾ, മോളെ, എന്നെ വിശ്വസിക്കണം. ഞാൻ ഒരിക്കലും ഇതിൽ കൂട്ടു നിന്നിട്ടില്ല. ഞാനാണ് കണ്ണനെ എത്രയും പെട്ടെന്ന് രക്ഷിക്കാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് വിട്ടയച്ചെന്ന് പറയുമ്പോൾ, ആരുടെ കൂടെ? ആ ഉണ്ണിയുടെ കൂടെയോ? അവൻ ഹോസ്പിറ്റലിലേക്ക് കണ്ണേട്ടനെ കൊണ്ടുപോകുമെന്ന് അമ്മയ്ക്ക് ഉറപ്പുണ്ടായിരുന്നോ? ഇല്ല. കണ്ണേട്ടനെ കൊന്നു കളയുമെന്ന് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അമ്മ ഉണ്ണിയുടെ കൂടെ ഹോസ്പിറ്റലിലേക്ക് വിട്ടയച്ചത്. ഇത് അമ്മായിയമ്മയും മരുമകളും മോനും തമ്മിലുള്ള കൂടിയാലോചനയാണെന്നൊക്കെ പറയുമ്പോഴേക്കും അവിടേക്ക് കരുണ വരികയാണ്. ആ, എത്തിയല്ലോ അടുത്ത അവതാരം. പാടി, നിന്നെ കാത്തിരിക്കുകയായിരുന്നു. നിങ്ങളെ ശരിക്കും ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ നിൽക്കുന്ന ഈ കരുണയെ ഒരിക്കലും ഈ വീട്ടിലേക്ക് കയറ്റില്ലായിരുന്നു. പക്ഷെ വീണ്ടും അവളെ ഇവിടേക്ക് കയറ്റി. ഇനിയും ഇവിടെ പല ദുരന്തങ്ങളും നടക്കും. ഇവളും അവനും നിങ്ങളും ചേർത്തി അത് നടത്തും. പിന്നെ ഒരു കാര്യം പറയാം, കണ്ണേട്ടനോ കുഞ്ഞിനോ ലക്ഷ്മിയടുത്തേക്കോ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ അവരെ സ്നേഹിക്കുന്ന അവർക്ക് ചുറ്റുമുള്ള ഞങ്ങൾ ഒരിക്കലും വെറുതെ ഇരിക്കാൻ പോകുന്നില്ല. കേട്ടോടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരുണയെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവിടേക്ക് കണ്ണനും വരുന്നുണ്ട്. അങ്ങനെ ഈ സമയം മഞ്ജു കണ്ണനോടും തർക്കിക്കുകയാണ്. കണ്ണേട്ടന് ശരിക്കും ഭ്രാന്താണ്. ഇവരെയൊക്കെ ഈ വീട്ടിൽ നിന്നും ആട്ടിവിട്ട് ഏട്ടനും ഏട്ടത്തെയും കുഞ്ഞും സമാധാനത്തോടെ ഏട്ടൻ്റെ വീട്ടിൽ താമസിക്കാൻ നോക്ക്. ഇനിയുള്ള ജീവിതമെങ്കിലും നിങ്ങൾക്ക് ആസ്വദിച്ചോടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മഞ്ജു ആണെങ്കിൽ,
കണ്ണനോടും പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും അതൊക്കെ കാണിച്ചുകൊണ്ടാണ് പ്രൊമോ അവസാനിക്കുന്നത്. കാത്തിരിക്കാം ഇന്നത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട്.